ഇന്നത്തെ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ വീടിനെ പറ്റി കാണിച്ചു തരാൻ പോകണം നിങ്ങൾക്ക്. അപ്പോൾ ഈ വീടിന് എത്ര രൂപ ചിലവായി, എന്തൊക്കെ ചിലവ് വന്നു ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കാണുക, പിന്നെ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ മഴ ആയതുകൊണ്ടിട്ടോ ഇത്ര വൈകിട്ട് പണി. ഇപ്പം നമ്മൾ ഏകദേശം ഒരു 2022 പണി തുടങ്ങിയതാണ്. പിന്നെ നമുക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നോണ്ടാണ്, പിന്നെ നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെയാണ് ഇതിൻ്റെ പണി നോക്കിയത്. അപ്പോൾ അങ്ങനെ തീർത്തതാണ്. ഇപ്പോൾ തീർന്നിട്ടൊന്നും കേട്ടോ കൈ, ഇനിയും ഒരുപാട് പണികളുണ്ട്. വയറിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ കുറേ പണികൾ ഇനിയും കേട്ടോ കൈ, അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. അതൊക്കെ ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ട് തൊട്ട് കാണാം. ഇതാണ് നമ്മുടെ 1ാം നിലയുടെ സിറ്റ് ഔട്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ നമ്മൾ ഒരു വെറൈറ്റിക്ക് പല കളർ ടൈൽസാണ് ഇട്ടേക്കുന്നത്. പിന്നെ പില്ലറുണ്ട്, പിന്നെ അവിടെ ഒരു വട്ടം വെച്ചിട്ടുണ്ടോ. അപ്പോൾ അതാ ഡിസൈനാണല്ലോ, ഒരു വട്ടം വെച്ചിട്ടുണ്ട്. ആ വട്ടമൊക്കെ നമ്മൾ കോൺക്രീറ്റിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ആ വട്ടമൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി. 2-3 വട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് പൊട്ടിയിട്ട് പിന്നെയൊക്കെയാണ് ശരിയായത്. നമ്മൾ 2ാം നിലയത്തെ സിറ്റ് ഔട്ടിലും ആ വട്ടം വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കി ഗൈസ്. ഷോവാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പിന്നെ ലൈറ്റ് വരാനാണ്, അതിൻ്റെ വയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഇപ്പോൾ ഇതിൻ്റെ സ്ലാബൊക്കെ നമ്മൾ അവിടെ ഇട്ട് വാർത്താനാണ്. അവിടെ ഇട്ട് വാർക്കൽ നടക്കും, പക്ഷെ അത് നല്ല പണിയാണ്. അതുകൊണ്ട് നമ്മൾ താഴെ ഇട്ട് വാർത്തിട്ട് അത് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ടാണ്. പിന്നെ സൈഡൊക്കെ നമ്മൾ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടതാണ്, നമ്മളെ റൂഫുമുള്ള ഓട് വിരിച്ചത്. ഓട് നമുക്ക് ഇടാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ സിമെൻറ്റ് തേച്ചിട്ട് സ്ട്രോ വെച്ച് ഡിസൈൻ ഇട്ടതാണ് അത്. ഈ ഓടുമൊക്കെ പിന്നെ നമ്മൾ ഫുള്ള് റെഡ് പെയിൻ്റ് അടിച്ചു കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ കോണിപ്പാടിൻ്റെ ഭാഗത്താണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റെയർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഫുള്ള് നമ്മൾ ഗ്ലാസ് ഇടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെൻ്റെ അനിയനാണ്. അപ്പോൾ ഇവനെ നിങ്ങൾ കുറേ റീക്രിയേഷനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള ആൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു കിണറൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. അപ്പൊ ഈ തല മുതൽ ആ തല വരെ നമ്മൾ ഫുള്ള് ഇന്റർലോക്ക് ഉണ്ട് കേട്ടോ. ഇന്റർലോക്ക് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ചെറിയ ചെറിയ കട്ടകളാക്കിയിട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ അതിന് സിമെന്റ് ഒക്കെ വാങ്ങണം, പക്ഷെ നമ്മളിപ്പോൾ ചെയ്യണില്ല കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടാണ്. മഴ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. നമ്മള് ജനലോളൊക്കെ ഉണ്ടാക്കിയാണ് ഫുള്ളും മരം കൊണ്ടാട്ടോ. അവിടെ വീടിൻ്റെ വീഡിയോ അത്ര തന്നെയുള്ളൂ. പിന്നെ നമുക്ക് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. സിനിമയുടെ റീക്രിയേഷൻസ് അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ കുറേ ആൾക്കാർ നെഗറ്റീവ് കമൻറ്റും പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല. അല്ല, നമ്മൾ എടുക്കുന്നത് ഒരു ചെറിയ ഫോണിലാട്ടോ വീഡിയോ ഒക്കെ എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ക്ലിയറൊക്കെ ഉണ്ടാവുള്ളൂ വീഡിയോക്ക്. എന്നാലും നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഇപ്പോൾ 3K സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ നന്ദിയുണ്ട് കേട്ടോ. ഈ വീഡിയോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ഇടും. അതെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മൾക്ക് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തരിക. അപ്പോൾ ബൈ.